അന്ത്യവിശ്രമത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭൂമിയിലേക്ക് മേപ്പാടി കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിന്നുള്ള വാഹനങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് തുടക്കം മുൻപ് തന്നെ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഒരു മൃതദേഹം കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിന്ന് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് പാലക്കാട് നിന്നൊരു കുടുംബം അവിടേക്ക് എത്തുകയും അവരുടെ പ്രിയപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്ന് കുറച്ച് താമസം നേരിട്ടു. ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി കമ്മ്യൂണിറ്റി സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എം കമൽ അവിടെ നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, 8 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക എന്നാണ് അറിഞ്ഞത്. മൃതദേഹങ്ങൾ ഓരോന്നായി ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞോ? മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാധു പറഞ്ഞതുപോലെ തന്നെ ഈ വൈകിട്ട് 4:30 മുതൽ തന്നെ അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു പുത്തുമലയിൽ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് വൈകിയായിരുന്നു. സർക്കാർ ഉത്തരവ് വൈകി എന്നുള്ളതാണ് ഒരു ആശയക്കുഴപ്പമുണ്ടായത്. 30-ലധികം മൃതദേഹങ്ങൾ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അവസാനം മന്ത്രി കെ രാജൻ കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 8 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന സംസ്കരിക്കുന്നുള്ളൂ എന്ന് അറിയിച്ചത്. പിന്നീട് ഒരു മൃതദേഹം കൂടി ചിലപ്പോൾ കൊണ്ടുപോകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നു. പക്ഷേ എന്തായാലും മോർച്ചറിയിൽ നിന്ന് മണിക്കൂറുകളോളം വൈകി ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാകാനായി പുത്തുമലയിൽ നിരവധി ആളുകൾ കാത്തു നിൽക്കുകയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക്. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. ആംബുലൻസുകളിലേക്ക് കയറ്റി തുടങ്ങിയിരിക്കുന്നു. മാധു പറഞ്ഞതുപോലെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഈ ദുരന്തത്തിൽ പെട്ടവർ. നിരവധി പേർ ബന്ധുക്കളെ തിരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. ഇത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഒരു തീരുമാനമുണ്ടായത്. പഞ്ചായത്ത് മുൻകൈ എടുത്ത് സർവകക്ഷി യോഗം വിളിക്കുകയായിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പൊതുസ്ഥലത്ത് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ആ പ്രദേശത്ത് അങ്ങനെ ഒരു സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പുത്തുമല മുതൽ ഏതാണ്ട് മുണ്ടക്കൈ വരെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ഹാരിസൺ മലയാളം കമ്പനിയുടെ അധീനതയിലാണ്. ഏതാണ്ട് 80% ഭൂമി സ്വകാര്യ ഭൂമി അവരുടേതാണ്. ബാക്കി വനഭൂമിയാണ്. മറ്റ് ഒരു സൗകര്യപ്രദമായ സ്ഥലമില്ല. അങ്ങനെയാണ് പഞ്ചായത്ത് ഈ കമ്പനിയെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യവുമായി സമീപിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ തേയില ചെടികൾ ഇല്ലാത്ത ഉരുൾപൊട്ടലിനെ തുടർന്ന് ആകെ മണ്ണ് മാറിക്കിടന്ന അത്തരമൊരു ഭൂമി ഈ ആവശ്യത്തിന് നൽകാമെന്ന ഹാരിസൺ മലയാളം കമ്പനി സമ്മതിച്ചത്. അങ്ങനെയാണ് പഞ്ചായത്ത് അവിടെ കൂട്ട സംസ്കാരം ഒരുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും അത് 29 മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും വൈകിട്ടോടെ അത് 8 അല്ലെങ്കിൽ 9 മൃതദേഹങ്ങൾ എന്ന നിലയിലേക്ക് എത്തി. ഇപ്പോൾ എന്തായാലും വൈകിയ ഈ നേരത്തെ ഇപ്പോൾ മൃതദേഹങ്ങൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും മറ്റു ദിവസങ്ങളിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ മൃതദേഹങ്ങൾ നാളെയോ അടുത്ത ദിവസങ്ങളിലും ഒക്കെ കൊണ്ടുപോകും. ഇതിനിടയിലും പലരും തങ്ങളെ ബന്ധുക്കളെ അന്വേഷിച്ച ഈ മോർച്ചറിയിലേക്ക് എത്തുന്നുണ്ട്. പലരും ഐഡന്റിഫൈ ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ മാധു പറഞ്ഞതുപോലെ പാലക്കാട് നിന്നുള്ള ഒരു കുടുംബമൊക്കെ വന്നത്. അതിനിടയിൽ മറ്റൊരു മൃതദേഹം ഇന്ന് കണ്ടെടുത്തൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മോർച്ചറിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. മാധു, ഞാൻ തുടക്കം മുതൽ അവിടെയായിരുന്നു നിന്നിരുന്നത്, ചുരൽമലയിലും മുണ്ടക്കയിലും. ഇന്നാണ് എനിക്ക് ഈ ആശുപത്രിയിലും ഈ ക്യാമ്പിലും ഒക്കെ അല്ലെങ്കിൽ മോർച്ചറിയുടെ മുന്നിലൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം മനസ്സിലായത്. ആളുകൾ ആകെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ആ പ്രദേശത്ത് ആകെയുള്ളത്. കാരണം ഈ ആളുകൾ ഉറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുക്കൾ ഇങ്ങനെ അന്വേഷിച്ചു വരുന്നു. എല്ലാവരും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ക്യാമ്പിൽ താമസിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെയോ അയൽക്കാരെയോ സുഹൃത്തുക്കളെയോ സ്ഥിരപരിചിതരായ ആളുകളെയൊക്കെ നഷ്ടപ്പെട്ട ആളാണ് ചുറ്റിലുമുള്ളത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇപ്പോൾ ആർക്കും തിരിച്ചറിയാനാകാതെ കുറെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നത്. എന്തായാലും അവിടെ നമ്മുടെ പ്രതിനിധികൾ ഉണ്ട്. അവിടുത്തെ വിവരങ്ങൾ നൽകാനായി സർവമത പ്രാർത്ഥനയും പൊതുദർശനം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഈ വൈകിയ വേളയിൽ പൊതുദർശനം അധികം സമയം ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും മേപ്പാടി എന്ന മൃതദേഹങ്ങൾ ഈ പുത്തുമലയിലെ
ഈ ശ്മശാന ഭൂമിയിലേക്ക് ഇപ്പോൾ പൊതു സംസ്കാരം നടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് മധു. കമൽ, നമുക്കറിയാം ഇന്ന് 32 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അവിടെ 32 കുഴികളടക്കം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കാനുള്ള സജ്ജീകരണങ്ങൾ, സർവമത പ്രാർത്ഥന നടത്താനുള്ള സംവിധാനങ്ങൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതും 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതും. കമൽ, നമുക്കറിയാം 8:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പൊതുദർശനം, സർവമത പ്രാർത്ഥന ഇതൊക്കെ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമോ? പൊതുദർശനം അധിക സമയം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് സാധ്യത. കാരണം ഇത്രയും വൈകി. പക്ഷെ സർവമത പ്രാർത്ഥന മുൻനിശ്ചയ പ്രകാരം തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും കണ്ടെത്താനാകാത്ത ആളുകളുടെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ ഉറ്റവരുടെ മൃതദേഹം ആണോ ഈ സംസ്കരിക്കുന്നത് എന്ന ആശങ്കയിൽ അവരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ആ ചടങ്ങുകളിലൊന്നും ഒരു കുറവ് വരുത്താൻ സാധ്യതയില്ല. സർവമത പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷം തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകുന്നേരം മന്ത്രിതല യോഗമൊക്കെ കൽപ്പറ്റയിൽ ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഇത്രയും മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അത് സർക്കാർ തലത്തിലുള്ള എന്തോ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നാണ് കരുതേണ്ടത്. എന്തായാലും യോഗത്തിന് ശേഷമാണ് മന്ത്രി കെ രാജൻ ഇന്ന് 8 മൃതദേഹങ്ങളെ സംസ്കരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നീട് പഞ്ചായത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു മൃതദേഹം കൂടി ഉണ്ടാകും. അങ്ങനെ 9 മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ മേപ്പാടിയിൽ നിന്ന് പുത്തുമലയിലേക്കുള്ള യാത്രയിലാണ്. പുത്തുമല നമുക്കറിയാം നേരത്തെ 2019 വലിയൊരു ദുരന്തം ഉണ്ടായ മേഖലയാണ്. 17 പേരെ നഷ്ടപ്പെട്ടു. അതിൽ 5 പേരെ വീണ്ടെടുക്കാനായിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകളും അന്ത്യയാത്രയ്ക്കായി എത്തുന്നത്. ആ സ്ഥലത്തേക്ക് തന്നെയാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ എത്രയും വൈകിയത് കൊണ്ട് തന്നെ ഇനി അവിടെ പൊതുദർശനമൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി ചടങ്ങുകളിലേക്ക് കടക്കാനായിരിക്കും തീരുമാനിക്കുക. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ഇനി അധികം താമസിക്കാതെ തന്നെ അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാകും. മാധു, നാളെയും മറ്റന്നാളും ഒക്കെ ബാക്കി മൃതദേഹങ്ങൾ കൊണ്ടുപോകുമായിരിക്കും. ഇതൊന്നും നിയമപരമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ അൺഐഡന്റിഫൈഡ് ആയി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുമിച്ചൊക്കെ സംസ്കാരം നടക്കുമ്പോൾ അതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വേണം മോർച്ചറിയിൽ നിന്ന് കളക്ടറുടെ ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് മൃതദേഹം ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ഉള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്തരവ് ഇറങ്ങാനൊക്കെയാണ് ഇന്ന് താമസമുണ്ടായത്. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം മോർച്ചറിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്.